യേശുവിൽ സ്നേഹമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ മാന്യ പ്രേക്ഷകർക്ക് ദൈവനാമത്തിൽ വന്ദനം. ജൂബിലാത്ത എന്ന ജൂബിലി ധ്യാന കേന്ദ്രത്തിൻ്റെ ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് മനുഷ്യന് നൽകിയ ഏറ്റവും ആദ്യത്തെ കൽപ്പന, ആ കൽപ്പന എന്താണ് എന്ന് നമുക്ക് നോക്കാം. അത് മറ്റൊന്നുമല്ല, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 27 വായിക്കുന്നു, ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളും ആകാശത്തിലെ പറവകളും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവജാലങ്ങളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ദൈവം മനുഷ്യന് ആദ്യമായിട്ട് നൽകിയ കൽപ്പന, സന്താനപുഷ്ടിയുള്ളവരായി വർദ്ധിച്ച് പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ എന്നതാണ് ആദ്യമായി മനുഷ്യനോട് ദൈവം കൽപ്പിച്ചത്. ഇപ്പം ദൈവം മനുഷ്യനെ ഈ ലോകത്തിലേക്ക് അയക്കുമ്പം ദൈവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? മനുഷ്യനെ ദൈവം വെറും പുരുഷനായിട്ട് മാത്രമല്ല സൃഷ്ടിച്ചത്, പുരുഷനും സ്ത്രീയുമായിട്ട് ആണ് സൃഷ്ടിച്ചത്. അവരെ തൻ്റെ തന്നെ ഛായയിലാണ് ദൈവം സൃഷ്ടിച്ചത്. എന്നിട്ട് അവരിലൂടെ സന്താനങ്ങൾ ഉണ്ടാകണം എന്നത് ദൈവത്തിൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് 2-ാമത്തെ അധ്യായത്തിൽ 18-ാം തിരുവചനത്തിൽ ദൈവം വീണ്ടും പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അതുകൊണ്ട് ഞാൻ അവന് ഒരു ചേർന്ന ഇണയെ നൽകും എന്ന് പറഞ്ഞ് സ്ത്രീയെ സൃഷ്ടിക്കുന്നു. സ്ത്രീയെ സൃഷ്ടിക്കുകയും അവർ സ്ത്രീയെയും പുരുഷനെയും ദൈവം ആശീർവദിക്കുകയും ചെയ്തു. എന്തിനാണ് ആശീർവദിച്ചത്? വർദ്ധിച്ചു പെരുകാനുള്ള ആശീർവാദമാണ് ദൈവം അവർക്ക് നൽകിയത്. അപ്പോൾ ഓരോ ദമ്പതികൾക്കും ഓരോ വിവാഹത്തിലും ഓരോ കുടുംബത്തിലും ഒരു കുഞ്ഞ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതാ സങ്കീർത്തനം 127:3 തിരുവചനം നമ്മളെ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അത് വളരെ വിശുദ്ധമായ ഒരു പഠനമാണ്. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. അപ്പം ദൈവത്തിൻ്റെ കൽപ്പന കാക്കാൻ വിളിക്കപ്പെട്ടവരായ മനുഷ്യർ ആ കൽപ്പന പ്രകാരം വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ ദൈവം അവർക്ക് സമ്മാനമായി ഉദരഫലം നൽകുന്നു. സമ്മാനമായി ഉദരഫലം നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ഉദരഫലം നൽകപ്പെടുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പം നമ്മുടെ ഓരോരുത്തരുടെയും നാട്ടിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന ചില തിന്മകൾ നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഒരു തിന്മയാണ് വിവാഹം കഴിക്കാതെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാതെ അവിവാഹിതരായി കഴിഞ്ഞുകൂടുന്ന ധാരാളം പേരെ കാണാം. വിവാഹ ജീവിതം നീട്ടിക്കൊണ്ടു പോകുന്ന വളരെയേറെ പേരെ കാണാം. ഇതൊന്നും ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതല്ലെന്ന് കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നു. നീ വിവാഹിതനായി സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് ഈ തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നു. ഇനി പ്രിയപ്പെട്ടവരെ, കാരുണ്യവാനായ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്,
നീ വിവാഹിതനായാൽ നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാകണം. ചിലർ വിവാഹം കഴിക്കും, ഉടനെ കുട്ടികളെ വേണ്ടെന്ന് പറഞ്ഞ് കുട്ടികൾ വൈകിപ്പിക്കുന്ന ദമ്പതികളെ നമുക്ക് കാണാം. അത്തരമുള്ള നടപടികളും ദൈവദൃഷ്ടിയിൽ ദൈവത്തിന് ചേരാത്ത പ്രവർത്തികളാണെന്ന് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുക. തിരുവചനം ഈ വിഷയങ്ങളിലൊക്കെ വളരെ വ്യക്തമായ കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് തന്നെ നിങ്ങളെ വീണ്ടും കൂട്ടിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 38 അധ്യായം നമുക്ക് നോക്കാം. അവിടെ യൂദ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, യാക്കോബിൻ്റെ പുത്രന്മാരിൽ പ്രധാനിയായ യൂദ തൻ്റെ സഹോദരന്മാരെ വിട്ട് ഹീറ എന്ന പേരായ അദല്ലുംകാരൻ്റെ അടുത്ത് പോയി. അവിടെ അവൻ ഷൂവ എന്ന പേരായ ഒരു കാനാൻകാരൻ്റെ മകളെ കണ്ടു. അവളെ ഭാര്യയായി സ്വീകരിച്ച് അവളോട് ചേർന്നു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. യൂദ അവന് ഏർ എന്ന് പേരിട്ടു. അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ ഓനാൻ എന്ന് വിളിച്ചു. അവൾ വീണ്ടും ഗർഭിണിയാവുകയും ഒരു മകനെ പ്രസവിക്കുകയും ചെയ്തു. അവനെ അവൾ ഷേല എന്ന് വിളിച്ചു. ഇങ്ങനെ യൂദായ്ക്ക് 3 മക്കൾ ഉണ്ടാവുകയാണ്. നോക്കുക, ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ഉള്ള കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ യൂദായുടെ കടിഞ്ഞൂൽ പുത്രൻ ഏറിന് പ്രായമായപ്പം അവന് വേണ്ടിയിട്ട് ഒരു ഭാര്യയെ തിരഞ്ഞെടുത്തു. താമാർ എന്ന് പേരായ ഒരു പെൺകുട്ടിയെ അവന് ഭാര്യയായിട്ട് കൊടുത്തു. എന്നാൽ ഏറിൻ്റെ ജീവിതം ഒരു നല്ല ജീവിതമായിരുന്നില്ല. അതുകൊണ്ട് വിവാഹിതനായെങ്കിലും ഏതാനും നാളുകൾക്കുള്ളിൽ അയാൾ മരിച്ചു. യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ച് സഹോദരൻ മക്കളില്ലാതെ മരിച്ചാൽ അവൻ്റെ താഴെയുള്ള അടുത്ത സഹോദരൻ ആ പെൺകുട്ടിയെ വിവാഹം ചെയ്ത് തൻ്റെ മരണപ്പെട്ടു പോയ സഹോദരന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കണം. അതുകൊണ്ട് യൂദ എന്ത് ചെയ്തു? തൻ്റെ 2ാമത്തെ പുത്രൻ ഒനാനെ വിളിച്ച് താമാറിനെ ഭാര്യയായി സ്വീകരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒനാൻ സഹോദരൻ്റെ ഭാര്യയായ താമാറിനെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ച് അവളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? തനിക്കുണ്ടാകാൻ പോകുന്ന ഈ സന്തതി തൻ്റേതായിരിക്കുകയില്ലെന്നും അറിയാമായിരുന്ന ഒനാൻ തൻ്റെ സഹോദരന് വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സഹോദര ഭാര്യയുമായി ചേർന്നപ്പോൾ ബീജം നിലത്തു വീഴ്ത്തിക്കളഞ്ഞു. അവൻ ചെയ്തത് കർത്താവിന് അനിഷ്ടമാകിയാൽ അവനെയും അവിടുന്ന് മരണത്തിനിരയാക്കി. ഈ സംഭവം സൂചിപ്പിക്കുന്നത് എന്താണ്? ദൈവത്തിന് അനിഷ്ടമായ ഒരു പ്രവൃത്തിയാണ് ഈ ദാമ്പത്യത്തിൽ നിർവഹിക്കപ്പെട്ടത്. ഇന്ന് അനേകം മക്കളോട് ദൈവമായ കർത്താവ് നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇത്തരം അനിഷ്ടമായ പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു ദാമ്പത്യ ജീവിതമാണോ നിൻ്റേത്? ദൈവാനുഗ്രഹം നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തികളാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളെന്ന് കർത്താവ് ഓർമ്മിക്കുകയാണ്. വളരെ അധികം ശാസ്ത്രീയമായ പരീക്ഷണങ്ങളിലൂടെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒത്തിരിയേറെ കോൺട്രാസെപ്റ്റീവ്സ്, അവയുടെ ഉപയോഗങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ ധാരാളം നടക്കുന്നുണ്ട്. ഇതിലൂടെയൊക്കെ എത്രയോ ദമ്പതികൾ ജനന നിയന്ത്രണം നടത്തി മക്കൾ വേണ്ട എന്ന സംവിധാനത്തിലേക്ക് ഇന്നത്തെ ആധുനികമായ ലോകം പോവുകയാണ്. പ്രിയപ്പെട്ടവരെ,
അതുകൊണ്ട് ഇന്ന് ദൈവ മക്കളുടെ സമൂഹങ്ങൾ ശോഷിച്ച് വരികയാണ്. മക്കളുണ്ടെങ്കിൽ തന്നെ 1 2 മക്കൾ. ആ 2 മക്കളിൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ദമ്പതികൾ. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ നാട്ടിലിങ്ങനെ വളർന്നു വരികയാണ്. ദൈവത്തിൻ്റെ ആഗ്രഹം ഓരോ ദമ്പതിയിൽ നിന്നും എന്താണ് എന്ന് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. ഇതാ തിരുവചനം ഇപ്രകാരം പറയുകയാണ്. സങ്കീർത്തന പുസ്തകം 128 അധ്യായം, സങ്കീർത്തനം 128 3 തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു: നിൻ്റെ ഭാര്യ ഭവനത്തിൽ സമൃദ്ധമായ മുന്തിരിവള്ളി പോലെ ആയിരിക്കും. നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയുമാകും. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. അപ്പം കർത്താവിൻ്റെ ഭക്തൻ അനുഗ്രഹീതനാകുന്നതിൻ്റെ ഒരു അടയാളമാണ് നിൻ്റെ ഭാര്യ നിൻ്റെ ഭവനത്തിൽ വിളഞ്ഞു നിൽക്കുന്ന മുന്തിരി പോലെ. ഒരു മുന്തിരി വിളഞ്ഞ് നിൽക്കുമ്പം ആ ഒരു മുന്തിരിക്കൊലയിൽ എത്ര മുന്തിരിപ്പഴങ്ങളുണ്ടാവും? 1 2 ആയിരിക്കുകയില്ല. സ്വാഭാവികമായ ഒരു മുന്തിരിക്കൊലയിൽ അനേകം മുന്തിരിപ്പഴങ്ങളുണ്ട്. അതുപോലെ നിൻ്റെ ഭാര്യ നിൻ്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ ഒരു മുന്തിരിക്കൊല പോലെ ആകണം എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നിൻ്റെ ഊട്ടുമേശയ്ക്ക് ചുറ്റും കർത്താവ് ഓർപ്പിക്കുകയാണ്, ഒലീവ് തൈകൾ പോലെ അനേകം ശാഖകൾ വിടർത്തി നിൽക്കുന്ന ഒലീവ് മുകുളങ്ങൾ പോലെ നിൻ്റെ മേശയ്ക്ക് ചുറ്റും കുഞ്ഞുങ്ങളുണ്ടാകണം. വലിയ ഒരു കുടുംബത്തെയാണ്, ധാരാളം മക്കളുള്ള ഒരു കുടുംബത്തെയാണ് ദൈവം വിഭാവനം ചെയ്യുന്നത് എന്ന് എല്ലാ വിശ്വാസികളും തിരിച്ചറിയുന്നത് നല്ലതാണ്. എന്നിട്ട് തിരുവചനം പറയാണ്, ഇങ്ങപ്രകാരം ജീവിക്കുന്ന കർത്താവിൻ്റെ ഭക്തർ അനുഗ്രഹീതരായിത്തീരും. നമ്മിൽ പലർക്കും ഈ കാര്യങ്ങളോടൊക്കെ വിയോജിപ്പുണ്ടാകും. അധികം കുട്ടികളുണ്ടായാൽ കുട്ടികളെ സംരക്ഷിക്കുവാൻ, അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ, അവർക്ക് നല്ല ആരോഗ്യ പരിപാലനം നടത്താൻ, അവരെ നല്ല ഭാവിയിലേക്ക് എത്തിച്ചു വരാൻ ആവശ്യമായ സാമ്പത്തിക ഭദ്രത വേണ്ടേ എന്ന് ചിന്തിക്കുന്ന ധാരാളം മക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾ ഓർക്കുക. നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങൾക്കുണ്ടായ ഒരു കുഞ്ഞിനോ 2 കുഞ്ഞിനോ ആവശ്യമായതെല്ലാം സമ്പാദിച്ച് വച്ചതിന് ശേഷം അവർക്ക് ജന്മം കൊടുക്കാം എന്ന് വിചാരിച്ചാൽ അത് സാധിക്കൂ? ഒരിക്കലും സാധിക്കുകയില്ല. പിന്നെയോ, നിനക്ക് എത്ര കുഞ്ഞുങ്ങളെ ദൈവം തന്നാലും ഉദരഫലം കർത്താവിൻ്റെ ദാനമാണെന്നറിഞ്ഞ് ദൈവം നിനക്ക് നൽകുന്ന മക്കളെ ദൈവകരങ്ങളിൽ സ്വീകരിക്കുക. അവരെ പരിപാലിക്കാനും അവരെ വളർത്താനുമുള്ള എല്ലാ കഴിവും നിന്നെ പരിപാലിക്കുന്ന ദൈവം നിനക്ക് തരും. അതുകൊണ്ട് ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്നവനാകുക. ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്ന ഭക്തന് ഒന്നിനും കുറവുണ്ടാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 127 2 വാക്യം നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. സങ്കീർത്തനം 127 2 27:2 നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിനപ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ പോലും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. നീ ഒരു ഭക്തനാണോ? ഭക്തനായിട്ട് ജീവിച്ച
നിനക്ക് 5 മക്കളോ 6 മക്കളോ ഉണ്ടായിക്കൊള്ളട്ടെ, നീ അതിനെക്കുറിച്ച് ആകുലപ്പെടണ്ട. ഭക്തനെ ദൈവം സംരക്ഷിച്ചുകൊണ്ടിരിക്കും. മറിച്ച് നീ അതിരാവിലെ എഴുന്നേൽക്കുന്നു, വളരെ വൈകി കിടക്കാൻ പോകുന്നു, 1 മകൻ 2 മകൻ 3 മകൻ, അവന് വേണ്ടിയിട്ട് ഇതാ കഠിനപ്രയത്നം ചെയ്യുന്നു, നിൻ്റെ ആരോഗ്യം മുഴുവൻ വ്യർത്ഥമാക്കുന്നു. എന്നാൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന് കർത്താവ് പറയാണ്. നീ ഒരു ഭക്തനാകുക, ദൈവകൽപ്പനയെ മാനിക്കുക, അതനുസരിച്ച് വിശുദ്ധിയുള്ളൊരു കുടുംബജീവിതം നയിക്കുക. ദൈവം നിൻ്റെ ജീവിതത്തിൽ കൃപ ചൊരിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ തീരുമാനത്തോടെ നിൻ്റെ കുടുംബത്തിൽ നിനക്ക് ആരാധന സമർപ്പിക്കാം. അതിന് നമുക്കൊരുങ്ങാം. പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക് എല്ലാ നേരവും സ്തുതി പാടും. ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക് അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. യേശുവേ നന്ദി, യേശുവേ സ്തുതി സ്തുതി. ഹല്ലേലൂയ 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. യേശുവിലെ സ്നേഹമുള്ളവരെ, കാരുണ്യവാനായ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു ശക്തിയാണ് ലൈംഗിക ശക്തി. ഈ ലൈംഗികത ദൈവമായ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് കുടുംബജീവിതം നയിക്കുന്നതിന് വേണ്ടി നമ്മുടെ കർത്താവ് ദാനമായി നൽകിയിരിക്കുന്നതാണ്. അത് പരിശുദ്ധവും ദൈവനിയോഗപ്രകാരവും ദൈവമേൽപ്പിച്ചതാണ്. എന്നാൽ അത് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കാതിരുന്നാൽ അത്
തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ, ദൈവിക നിയോഗത്തിന് വിരുദ്ധമായ പ്രവൃത്തികളിലൂടെ അത് പ്രകടമാക്കിയാൽ, പ്രിയപ്പെട്ടവരെ, വലിയ പൈശാചിക സ്വാധീനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്ന ഒന്നായി അത് രൂപാന്തരപ്പെടും. ആകയാൽ ഈ ദിവസം, കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ കുടുംബജീവിതത്തിനും സന്താന ഉൽപ്പാദനത്തിനുമായി ദൈവം ഏൽപ്പിച്ച ഈ കഴിവുകൾ ദുരുപയോഗിക്കപ്പെട്ടതിൻ്റെ ബന്ധനങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ കരുണ നമുക്ക് യാചിക്കാം. കർത്താവിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന എല്ലാ ബന്ധനങ്ങളെയും തച്ചുടയ്ക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് വന്നിരിക്കുന്ന എല്ലാ പീഡകളിൽ നിന്നും മോചനം ഉണ്ടാക്കട്ടെ. നമ്മളിലോ നമ്മുടെ മക്കളിലോ വരും തലമുറകളിലോ ഈ പീഡ ഒരു പ്രതിസന്ധിയായി മാറാതിരിക്കേണ്ടതിന് അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ ഈ ദിവസം ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ ആ കഴിഞ്ഞ കാലങ്ങളെയെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിഘോരമായ എൻ്റെ എല്ലാ വീഴ്ചകളെയും കർത്താവെ നീ ഏറ്റെടുക്കണമേ. കാരുണ്യവാനായ കർത്താവെ നീ ഏറ്റെടുക്കണമേ. നിൻ്റെ കരുണ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, നിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഞാനിതാ യാചിക്കുന്നു. എൻ്റെ അതിഘോരമായ പാപങ്ങൾ നീ മായ്ക്കണമേ ഈശോയെ. Hallelujah, 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 hallelujah.
യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.